സിയറെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രകൃതി ആണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ മറ്റൊരു ഭാഷയെ പറഞ്ഞ പരിസ്ഥിതിയാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. മനുഷ്യനിലെ പരിസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയുമാണ് എന്നുള്ളതാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അപകടത്തിലല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാനായിട്ട് ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റു പലരും ചോദിക്കും, എന്നിട്ട് എന്ത് ഇതുവരെ പൊട്ടാത്ത ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ ഒരു സമീപനം, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, എനിക്ക് തോന്നുന്നു സിആർ നേരത്തെ സുപ്രീം കോടതിയിൽ പോവുകയും അതിൻ്റെ ഒരു ബദൽ സംവിധാനം, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ബദൽ സംവിധാനം അവതരിപ്പിക്കുകയും അതിന് സുപ്രീം കോടതി അംഗീകാരം നൽകുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം? കാരണം വെച്ചാൽ മുല്ലപ്പെരിയാർ ഇപ്പോഴും നമ്മളെ ഭയപ്പെടുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യും. നമുക്കറിയാം, മുല്ലപ്പെരിയാർ തിരുവിതാംകൂർ സർക്കാരും തിരുവിതാംകൂർ രാജഭരണകാലത്തും അന്ന് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ബ്രിട്ടീഷ് അവർ തമ്മിലുണ്ടാക്കിയ ഒരു കരാർ നമ്മുടെ കാലത്ത് വന്നപ്പോൾ ആ കരാർ 1971 പുതുക്കി കൊടുത്തു. ആ കരാർ നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ അത് ജലക്കരാറല്ല. ഇപ്പം നെയ്യാറോ അല്ലെങ്കിൽ പറമ്പിക്കുള അളിയാറ്, അങ്ങനെ കാവേരി, ഇതൊക്കെ ജലക്കരാറാണ്. ജലക്കരാർ എന്താണ്? നമ്മൾ മേലെയുള്ള ആളുകളാണ്. നമ്മുടെ ഇവിടെ നിന്ന് മഴ പെയ്താൽ ഇത്ര വെള്ളം അവർക്ക് വിട്ടു കൊടുക്കണം. ഇപ്പം കാവേരി നദിയിൽ ഉണ്ടാകുന്ന വെള്ളം മുഴുവൻ കർണാടക എടുത്തുകൂടാ, പിന്നെ തമിഴ്നാട്ടിൽ കൂടി കിട്ടണം. കാരണം തഞ്ചാവൂരൊക്കെ അവരുടെ കൃഷി അതിലാണ്, തമിഴ്നാട് കൃഷിയുള്ളതാണ്. അതാണ് ജലക്കരാർ. ഇവിടെ അങ്ങനെ ഒരു ജലക്കരാർ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ മന്ത്രിമാർക്ക് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ട്, ജനങ്ങൾക്ക് മനസ്സിലായിട്ട് പറയാം, ഇവിടെ ഒരു പാട്ടക്കരാറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 900 ഏക്കർ ഭൂമി, അതിൽ കുറച്ചടുത്ത് ഭൂമി ആണ് ഇവർ 999 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുള്ളത്. അവിടെ അവരൊരു ഡാം കെട്ടി ആ ഡാമിൽ നിന്ന് അവർക്ക് വെള്ളം കൊണ്ടുപോകാം. അപ്പോൾ ജലക്കരാറില്ലെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു വർഷം അവിടെ മഴ പെയ്തില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അവർക്ക് കൊടുക്കണ്ട. നമ്മുടെ പെരിയാർ നദിയുടെ മുല്ല പെരിയാർ എന്ന് പറയുന്ന 2 നദിയുടെ മുകളിൽ പെരിയാറിലെ ഒഴുകി വരുന്നതാണ്. അപ്പോൾ പെരിയാറിലേക്ക് ഒഴുകുന്ന ആ വെള്ളം അവിടെ തടഞ്ഞു നിർത്തി അവരൊരു ഇതിട്ട് ഒരു സ്പിൽവേട്ട് അവരും കൊണ്ടുപോകും. സ്വാഭാവികം, ഇത്രയും കാലം കുഴപ്പമില്ല. പക്ഷേ 1979 ഇതിൽ ആദ്യ പ്രശ്നം വരുന്നത്. അപ്പോഴേക്കും തന്നെ ആ ഡാമിന് ഏതാണ്ട് 80-83 വർഷത്തെ വയസ്സായി. അപ്പോൾ അന്നത്തെ ജല കമ്മീഷൻ പറഞ്ഞു ഇതിൻ്റെ അളവ് കുറയ്ക്കണം. 155 അടിയാണ് ഇതിൻ്റെ മാക്സിമം. അത് 142 അത് 136 കുറയ്ക്കണം. കാരണം എന്താ, ഡാമിൽ വെള്ളം കൂടിയുള്ള കുഴപ്പം ഡാം പൊട്ടുന്നതല്ല, ഡാം പൊട്ടുമ്പോഴുണ്ടാകുന്ന അപകടത്തിന് ഇമ്പാക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ്. മനസ്സിലായില്ലേ? അതിലുള്ള വെള്ളം, ഡാമിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണല്ലോ നമ്മുടെ പ്രശ്നം. അപ്പോൾ ലെവൽ കൂടാന്ന് പറയുമ്പോൾ 142 155 വരെ എത്തിച്ച് നിൽക്കുന്ന സമയത്ത് പൊട്ടലിനൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായി. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അന്ന് കുറച്ചു. തമിഴ്നാട് ഇത് വിട്ടില്ല. തമിഴ്നാട് ഇത് ബലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുപ്രീം കോടതി ചെന്നു. 2006 അവർക്കൊരു വിധി കിട്ടി. ഇത് 142 ആക്കിക്കൊള്ളാൻ പറഞ്ഞു. അവർ ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ്. 136 കൂടരുത് എന്നാണ് കേരളം പറഞ്ഞത്. അതിനൊരർത്ഥമുണ്ട്. എന്താ, ഞാനിപ്പോൾ ഒരു കേസിൽ പറയണം 136 കൂടരുത്, 136 വരെ സേഫ് ആണെന്നല്ലേ കേരളം പറഞ്ഞ്? അതെ, അതാണ് പ്രശ്നം. അത് ഏത് കോടതി അങ്ങനെയല്ലേ എടുക്കുള്ളൂ? 136 കൂടിയാലാണ് കുഴപ്പമെന്നാണ്. അപ്പോൾ ഡാം പൊട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഡാം പൊട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ 136 പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മാത്രമല്ല, സുപ്രീം കോടതി സ്പെഷ്യൽ കമ്മിറ്റിയെ വെച്ചു, പരിശോധന നടത്തി. അവരെന്തൊക്കെയോ കാര്യം ചെയ്യുന്നുണ്ട്. പഴയ ഡാമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ആ ഡാം പലവട്ടം കണ്ടിട്ടുണ്ട്. അത് ഇരുമ്പൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അവരങ്ങ് ബലപ്പെടുത്തി വരികയാണ്. അതിപ്പോൾ അങ്ങനെ പൊട്ടുമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്തായാലും പൊട്ടില്ലെന്ന് ഞാൻ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നാളെ പൊട്ടിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡാം പൊട്ടുക നമ്മൾ പറഞ്ഞ വെറുതെ ഇങ്ങനെ ഇടിഞ്ഞു പൊട്ടുകയല്ല ചെയ്യുക. 2 കാരണമുള്ളൂ. ഇത് ഗ്രാവിറ്റി ഡാം എന്നാ പറയുക. എന്ന് വെച്ചാൽ വെള്ളം താഴേക്കാണ് അതിൻ്റെ വെയിറ്റ്, സൈഡിലേക്കല്ല. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ഗ്ലാസിൻ്റെ സൈഡിൽ വെയിറ്റ് ഒന്നുമില്ല, വെള്ളത്തിൻ്റെ വെയിറ്റ് മുഴുവൻ താഴെയായിരിക്കും. ഇത് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയിലാണ്. അപ്പോൾ ആ ഡാമിൻ്റെ പ്രത്യേകത, അത് തകരാറാവണമെങ്കിൽ 2 വഴിയുള്ളൂ. ഒന്നുകിൽ ഭൂചലനമാണ്. 6.5 റിച്ചർ സ്കെയിലിൽ കൂടുതൽ ഭൂചലനം മുല്ലപ്പെരിയാർ നിൽക്കുന്ന പ്രദേശത്തുണ്ടായാൽ മുല്ലപ്പെരിയാർ പൊട്ടും. ആ പൊട്ടിക്കഴിഞ്ഞാൽ, കാരണം ഭൂചലനം ഉണ്ടായി നമുക്കറിയാമല്ലോ, അതിൻ്റെ ബേസ് അങ്ങ് മാറും, വെള്ളം പോരും. രണ്ടാമത്തെ കേസ് അതിവർഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റേ ഡൽഹി IIT ഒക്കെ വെച്ച് പഠിച്ചു പറഞ്ഞു 70 സെൻറ്റിമീറ്റർ മഴ ഒരു ദിവസം മുഴുവൻ നിന്ന് പെയ്താൽ, അതിൻ്റെ ആവാഹ പ്രദേശത്ത് പെയ്താൽ ഇതിൽ വെള്ളം അതിവർഷമാവും, വിടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കേരളം കൊടുത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കേരളം ഒരിക്കലും അങ്ങോട്ട് കോടതി പോയിട്ടില്ല.
തമിഴ്നാട് പോണതിന് പിന്നാലെ എതിർകക്ഷിയായിട്ടാണ് കേരളം പോയിട്ടുള്ളൂ. അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിന്റെ വിഷയമല്ല. അല്ല, കേരളത്തിന് തമിഴ്നാട് പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ അതിന്റെ പിന്നാലെ പോകും. പോടും. അത് മാത്രമല്ല 2011 വളരെ പെട്ടെന്ന് നമ്മുടെ അന്നത്തെ മന്ത്രിയായിരുന്ന PJ ജോസഫ് ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ അദ്ദേഹത്തിന് രാത്രി ഉറക്കം വരാതിരിക്കുകയും പ്രശ്നങ്ങൾ വരികയും അന്ന് മുതലാണ് ഇത് വലിയ വിവാദമാകുന്നത്. അതിനു മുന്നിൽ കേരളം ഒരു നിയമമൊക്കെ ഉണ്ടാക്കി ഇതിനിടയിൽ 2006 പഴയ സർക്കാർ ആ നിയമം ഉണ്ടാക്കിയ നിയമം നിന്നില്ല. കാരണം വെച്ചാൽ ഈ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഒരു നിയമം ഉണ്ടാക്കി, ഡാം സേഫ്റ്റി ആക്ട്. സുപ്രീം കോടതി അത് വലിച്ചു കീറി കളഞ്ഞു. കാരണം നിങ്ങൾക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഡാമിനെ പറ്റി നിങ്ങൾ ഉണ്ടാക്കിക്കോ, പക്ഷെ ഒരു ഇന്റർസ്റ്റേറ്റ് പരിപാടിയിൽ നിങ്ങൾ പോയിട്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ പറ്റില്ല, നടക്കില്ല സ്റ്റേറ്റിന്. അതുകൊണ്ട് ആ നിയമം വലിച്ചു കീറി കളഞ്ഞു. അതും കഴിഞ്ഞ് അവർ 142 ഡേക്ക് ഉയർത്തുക. അപ്പം നമ്മളിവിടെ അങ്ങനെ ബഹളം ഉണ്ടാക്കും. മറ്റേ PJ ജോസഫിന് കൈവറയ്ക്കുന്നു എന്ന് പറഞ്ഞു രാജ്യത്ത് മുഴുവൻ മെഴുതിരി. ഈ സമയത്ത് നമ്മളിതിൽ മുമ്പ് ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷേ അപ്പം നമ്മളിതിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴുണ്ട് ഒരു കാര്യം, ഒരു കാരണവശാലും തമിഴ്നാട് ഒരു പുതിയ ഡാമിന് സമ്മതിക്കില്ല. അതാണ് നമ്മൾ കാണുന്ന പോലെ അവരുടെ ഏതെങ്കിലും പ്രത്യേക വാശി മാത്രമല്ല, വാട്ടർ പൊളിറ്റിക്സ് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീരപ്പൻ ഒക്കെ രാജ്കുമാർ എന്ന് പറയുന്ന അന്നത്തെ തമിഴ്നാട്ടിലെ മമ്മൂട്ടിയെ പിടിച്ചുകൊണ്ടല്ലേ, കർണാടകയിലെ മമ്മൂട്ടിയെ പിടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതുപോലെയുള്ള നടനെ പിടിച്ചുകൊണ്ടെന്ന് ഇട്ടതാ. ഒരു വീരപ്പന് ചെയ്യാൻ പറ്റും. എന്തിനാ കാവേരിയിലെ വെള്ളത്തിന്? അത് തമിഴ്നാട് പൊളിറ്റിക്സാണ്. കാരണം അവന് വെള്ളം കൃഷിക്കുള്ളതാ, കുടിക്കാനുള്ളത്. മലയാളിക്ക് വെള്ളം കളിക്കാനുള്ളത് ആണ് പ്രശ്നം. അപ്പം ഈ സാധനം നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കുപ്പിവെള്ളം കിട്ടുമല്ലോ. നമ്മുടെ പാരിസ്ഥിതിക ബോധം അത്ര ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാട് വളരെ കൃത്യമായിട്ട് എടുത്തു. എന്തുകൊണ്ടാണ് പുതിയ ഡാം പറ്റില്ല എന്ന് പറയും? പറ്റാത്തതിന് കാരണം നമ്മൾ മറ്റ് സംഗതി പോലെയല്ല, ഒരു ഡാം നിൽക്കുന്ന വേറൊരു ഡാം അതിൻ്റെ കൂടെ പണിയാൻ പറ്റില്ല. ഒരു ഡാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെ വലിയൊരു ഡാം പണിയാണ് പുറത്ത്. അപ്പം ഇപ്പം നിൽക്കുന്ന ഡാമിന് പുറത്ത് അതിനേക്കാൾ വളരെ വലിയൊരു ഡാം പണിയാണ്. ഈ പുതിയ ഡാം എന്ന് പറഞ്ഞാൽ അതാണ്. ഏതാണ്ട് 1000 അല്ല 1 കിലോമീറ്റർ താഴെ പിന്നിൽ 1000 അടിയോളം താഴെ ഡാം, അല്ലെങ്കിൽ കുറേ താഴെയുണ്ട്, അത് കണക്കുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള ഡാം ഒരു കുന്നിൻ്റെ മുകളിലാണെങ്കിൽ അടുത്തതിൻ്റെ താഴെ നമ്മൾ ഈ ഉയരം കിട്ടണമെങ്കിൽ എത്ര ഉയരം കൂട്ടണം നോക്കിക്കൊള്ളൂ ഡാം. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ ഉയരത്തിലുള്ള ഒരു ഡാം, നമ്മുടെ വനം മുക്കിക്കൊണ്ട് ഒരു ഡാം പണിയാണ്. തമിഴ്നാട് എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? വളരെ ലളിതമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഭൂമിയുടെ കരാറ്. ഈ ഭൂമിക്ക് പുറത്ത് ഈ കരാർ നിലനിൽക്കില്ലല്ലോ, ഇല്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ഒരു ഡാം അവന് വിഷയമല്ല. തമിഴ്നാടിന് ഇതൊരു വിഷയമല്ല. കാരണം അത് വന്നാൽ തമിഴ്നാടിന് കിട്ടില്ലല്ലോ അതിൻ്റെ കൺട്രോൾ. ഇല്ല, കിട്ടില്ല. തമിഴ്നാട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാരും എല്ലാവരും പറയുന്നത് തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്നാണ്. യഥാർത്ഥത്തിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ട, അവരെടുക്കുക. അതെ, കാരണം അവരുടെ ഡാമിന് വെള്ളം കൊണ്ടുവിടും. അപ്പോൾ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ അർത്ഥം. കോൺട്രാക്റ്റിൽ അങ്ങനെയല്ലേ? ഒരു കരാറിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു എന്ന് പറയുന്നത് രണ്ടാണ്. കേരളത്തിന് വല്ല തർക്കം വന്നാൽ കൊടുക്കാതിരിക്കാം, പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ തമിഴ്നാട് സമ്മതിക്കില്ല. മാത്രമല്ല ഇത് മണ്ടത്തരമാണ്. ഈ ഡാം മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഏതാണ്ട് 1000 ഏക്കർ പെരിയാർ ടൈഗർ റിസർവ് മുക്കിയിട്ട് വേണം വെള്ളം വരാൻ. മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ നല്ലൊരു പങ്ക് കൂടുതൽ ഇതിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അവർക്ക് കൊടുക്കാൻ. അപ്പം തന്നെ പെരിയാറിൽ വേണ്ടത്ര വെള്ളം നമുക്കില്ല, വല്ല പ്രളയമുള്ള കാലത്ത് വെള്ളമുള്ളൂ. അപ്പം നമ്മുടെ ഉള്ള വെള്ളവും കൂടി അങ്ങോട്ട് പോകും. ഈ മനം മുക്കാൻ ഒരിക്കലും ഒരു പാരിസ്ഥിതിക അനുമതി കിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഡാം കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അടുത്ത ഡാം കെട്ടേണ്ടി വരും. കാരണം ഇത് പലപ്പോഴും വന്ന് അടുത്ത ഡാം കെട്ടണം, അതിന് പിന്നിൽ കെട്ടണം. അപ്പോൾ മാത്രമല്ല ലോകം മുഴുവൻ പുതിയ ഡാമുകൾക്ക് അനുമതി കൊടുക്കുന്നത് നിർത്തിയിരിക്കുക. അമേരിക്കയൊക്കെ 80 വർഷം കഴിഞ്ഞ ഡാമൊക്കെ ഡീകമ്മീഷൻ ചെയ്യണം. ഏതാണ്ട് 3500 ഡാം. അല്ല, നമുക്ക് എന്തുകൊണ്ടാണൊക്കെ ഈ പെരിയാർ ഇവിടെ ഒരു ഡീകമ്മീഷനെ കുറിച്ച് ആലോചിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പം അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മൾ ആവശ്യപ്പെട്ടത്, ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഡാം ഡീകമ്മീഷൻ ചെയ്യണം. 130-140 വർഷം 130 വർഷം കഴിഞ്ഞ ഡാമാണ് ഡീകമ്മീഷൻ ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടു. കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അല്ല, എന്താണ് അതിന്റെ പൊളിറ്റിക്സ്? അത് പൊളിറ്റിക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് സുപ്രീം കോടതി പോയി നേരത്തെ മാഷി ചോദിച്ച പോലെ സുപ്രീം കോടതി കേരള വേഴ്സസ് തമിഴ്നാട് കേസുണ്ടല്ലോ, ആ കേസിൽ എനിക്കൊരു ഓർഡർ, അതിലൊരു ഓർഡർ ഞാനൊരു കക്ഷിയാണ്. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ആദ്യത്തെ ഉത്തരവ് കേരളം ഡാം വേണമെന്നുകൊണ്ടാണ് പോയത്. നിങ്ങൾ രണ്ടുപേരും യോജിക്കുകയാണെങ്കിൽ ഡാം പണിതോളാനാണ്. ലോകത്ത് നടക്കാത്തൊരു കാര്യം. അപ്പൊ ഈ ഡാം പണിയണം എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുന്നിടത്തോളം ഇപ്പൊ 15 കൊല്ലം നമ്മളിപ്പോ ഇത് തുടങ്ങിയിട്ട്, ഇത് 2011 ഇതുവരെ ഡാമിന്റെ ഒരു സംഗതി നടന്നിട്ടില്ല, ഒരു സംഭവം നടക്കില്ല. അപ്പൊ എന്ത് പറ്റൂ? ഈ ഡാം വരില്ല. ഇതിന് ആയുസ് കൂടിക്കൊണ്ടിരിക്കുക. നാളെ കാലാവസ്ഥാ മാറ്റം, മറ്റു പറഞ്ഞ പോലെ പരിസ്ഥിതി ഇപ്പോൾ വളരെ പ്രശ്നത്തില്ല. എപ്പോഴാണ് വേണമെങ്കിൽ പെരുമഴ പെയ്യാം, ഏത് ദിവസം വേണമെങ്കിൽ പെയ്യാം. അങ്ങനെ വന്ന് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്തുണ്ടാവും? ഈ ചോദ്യം വന്നുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി ചെന്നു. നമ്മൾ പറഞ്ഞു ഈ ഡാം വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രപ്പോസലുണ്ട്.
അത് എക്സ്പെർട്ട് കമ്മിറ്റിക്ക് കൊടുത്തു. സുപ്രീം കോടതി അത് എക്സ്പെർട്ട് കമ്മിറ്റിക്ക് കൊടുത്തു. മറ്റേ കെ ടി തോമസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അവർക്ക് കൊടുത്തു. അവരൊക്കെ പരിശോധിച്ചു. സുപ്രീം കോടതിക്ക് അത് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് പോസിബിൾ പ്രപ്പോസലാണ്. അതിൽ വേറെ ഒന്നുമില്ല, ഡാമിൻ്റെ ലെവൽ കുറയ്ക്കുക, 104 അടിയിൽ വരെ ഡാം നിർത്തുക. എന്നിട്ട് തമിഴ്നാട് 50 അടി ആഴത്തിൽ നിന്ന്, അത് മലയാണ്, ആ മലയിലൂടെ ഒരു ടണൽ എടുക്കുക. ഒരു ടണൽ എടുത്താൽ ഒരു കുഴപ്പമില്ല. കാരണം ഈ മറ്റേ വയനാട് ടണൽ പോലും നല്ല കുറേ കൂടി സ്റ്റേബിൾ ആയ സ്ഥലമാണ്. മാത്രമല്ല അവിടെ മനുഷ്യനൊന്നും പോകണമല്ലോ, വെള്ളമല്ലേ. ആ ഒരു ടണൽ എടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ടണലുകൾ പലതും ഉണ്ട്, വെള്ളം കൊണ്ടുപോകുന്ന ടണൽ പലതും ഇപ്പോഴും ഉണ്ട്. അത് പറ്റിയിട്ടില്ല ടണലല്ല. ടണലെടുത്താൽ തമിഴ്നാട് താഴെയുള്ളൂ, അവർക്ക് താഴെ വെള്ളം ശേഖരിക്കും. ഈ വെള്ളം അവർക്ക് ശേഖരിക്കും. ഇവിടെ ഉണ്ടാവുന്ന വെള്ളം കൂടെ എടുത്തോട്ടെ, 104 അടി വരെയുള്ള വെള്ളം എടുത്തോട്ടെ, ഇപ്പം 124 എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്ത് അവർക്ക് ശേഖരിച്ചാൽ ചെയ്യാം. ഇതിന് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. കാവേരി നദീതല എന്നുള്ള വലിയ വിവാദമായത്, കാവേരി തർക്കത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, നമ്മൾ കാണിച്ചത്. അതിൽ കർണാടക പറഞ്ഞു വെള്ളം ഞങ്ങൾ തരാം, പക്ഷേ ഡാം ഇവിടെ കെട്ടാൻ പറ്റില്ല, ഡാം നിങ്ങളുടെ ഭൂമി കെട്ടിക്കോളും. അതിന് സമാനമായിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളോട് കെട്ടിക്കും. സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്തു. വളരെ കറക്റ്റാണ്. ഇത് നോൺ വയലന്റ് സൊല്യൂഷനാണ്. അതിപ്പോൾ പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പരാമർശമുണ്ട്, ഇത് അഹിംസാത്മകമാണ്. കാരണം ഒന്നും നശിപ്പിക്കുന്നില്ല, കാട് നശിപ്പിക്കുന്നില്ല, വനം നശിപ്പിക്കുന്നില്ല, ഒന്നും നശിപ്പിക്കുന്നില്ല. നാളെ ഒരു അപകടം ഉണ്ടാവില്ല. കേരളത്തിന് ഇനി ഒന്നും പിള്ളി 104 അടി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒന്നും പേടിക്കാനില്ല, വെള്ളം തന്നെ വരില്ല. അപ്പോൾ ഈ പ്രപ്പോസൽ നമ്മൾ കൊടുത്തു. ഈ പ്രപ്പോസൽ സുപ്രീം കോടതി അംഗീകരിച്ചു വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് കാമാന്നി വാക്കുമിണ്ടില്ല. അതാണ് മാഷ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഈ സൊല്യൂഷൻ വരുന്നില്ല? അവിടെയാണ് നമ്മുടെ നേതാക്കന്മാരും ആളുകളും ജനങ്ങളെ പറ്റിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോഴും പറയുന്നത്. അല്ല, നമ്മൾക്കൊക്കെ തോന്നുന്ന ഫീൽ അത് തന്നെയാണ്. കാരണം നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാമല്ലോ, അതിനാണല്ലോ. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ബോധപൂർവമായിട്ട് ഇവര് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് അതിൽ ചതി കിടക്കുന്നത്. ഞാനിത് ഇവിടുത്തെ നേതാക്കന്മാരോട്, പ്രത്യേകിച്ചും കുറച്ച് സെൻസിബിളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഈ വിഷയം എനിക്ക് പ്രേമേന്ദ്രനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, MP ആയിരുന്നിട്ടും നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾ, ബാക്കിയുള്ളവരെ പോലെയല്ല. അദ്ദേഹത്തോട് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഡാം ഡീകമ്മീഷൻ ചെയ്യണം നിങ്ങൾ പറഞ്ഞില്ല? അബദ്ധത്തിൽ അദ്ദേഹത്തിന് വായെന്ന് വന്നു വീണുപോയി. അങ്ങനെ ഡീകമ്മീഷൻ ചെയ്താൽ, ലെവൽ കുറച്ചാൽ നമുക്ക് തേക്കടിയിലെ ടൂറിസം പോകും. ഇന്ന് നമ്മുടെ ഈ തേക്കടി പോയിട്ടുള്ളവർക്ക് പലർക്കും അറിയില്ല. ഈ മുല്ലപ്പെരിയാറും തേക്കടിയൊക്കെ കെട്ടണമെന്നല്ലാതെ ഈ മുല്ലപ്പെരിയാർ ഡാമിലാണ് നമ്മൾ ഈ ബോട്ട് ഓടിക്കുന്നത്. അപ്പം ഇതിൽ ജലനിരപ്പ് കുറച്ചാൽ സംഭവിക്കും, ബോട്ട് ഓടിക്കാൻ പറ്റില്ല. കഥ മനസ്സിലായി. ഇപ്പോൾ തേക്കടിയിലെ ബോട്ട് ടൂറിസം തകരാറാവും, അതിനൊരു ലോബിയുണ്ട്. അന്ന് തകരാറാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ ചേട്ടന്മാർ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ടൂറിസം ലോബിയെ സംരക്ഷിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും വഞ്ചിക്കുക. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, സുപ്രീം കോടതിയുടെ ഓർഡർ കൃത്യമായിട്ടുണ്ട്, ഇങ്ങനെ സൊല്യൂഷനുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തൊരു ചോദ്യം ചോദിച്ചല്ലോ നേരത്തെ, നമ്മൾ വെറുതെ സംസാരിക്കുന്ന സമയത്ത്, എന്തുകൊണ്ട് നമുക്ക് ഈ ഓർഡർ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി സമീപിച്ചുകൂടാന്നുള്ളത്? അല്ല, അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സുപ്രീം കോടതി സമീപിക്കണമെങ്കിൽ കേരളവും തമിഴ്നാടും എഗ്രിയാണ്. അത് വേണം. കാരണം അതിന്റെ ഗുണം എന്താ വെച്ചാൽ, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഡാമിന്റെ മേലിൽ അവർ നിയന്ത്രണം പോകും. അല്ല, അവരതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവും വഴിയില്ല. മാത്രമല്ല, ഒരു പോയിന്റ് കൂടിയാണ്. ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് നമുക്ക് മേധാ പട്കറടക്കമുള്ള ആളുകൾ സംസാരിച്ചു. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡാം എന്തെങ്കിലും തകരാറ് പറ്റി നിൽക്കുക, പറ്റാതിരിക്കട്ടെ, പറ്റിക്കഴിഞ്ഞാൽ തന്നെ താഴെയാണ് ഇടുക്കി ഡാം. ഇതിലെത്ര വെള്ളമുണ്ടെന്നും ഇടുക്കിയിൽ എത്ര വെള്ളമുണ്ടെന്നും അനുസരിച്ചിരിക്കും അപകടത്തിന്റെ സ്ഥിതി. കാരണം ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാലേ വലിയ തോതിലുള്ളൊരു തകരാറുണ്ടാവും, അല്ലെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് ഇത് വരും. അപ്പോൾ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടാൽ വെള്ളം വരുന്നത് ഇടുക്കിയിലേക്കാണ്. അപ്പോൾ ഇടുക്കി ഫുള്ളല്ല എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്കാണ്. ഇടുക്കിയിൽ വരുമ്പോൾ ഇടുക്കിയുടെ 5-1 വെള്ളം മൊത്തം മുല്ലപ്പെരിയാറിലുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ, പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ദുരന്തം തമിഴ്നാടിന്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും ഡാം കെട്ടാൻ പറ്റില്ല. കേരളം പെർമിഷൻ കൊടുക്കും. അവരുടെ 6 ജില്ല വരണ്ടു പോകും. കേരളത്തിന് ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ, അത് പിടിച്ചു നിന്നാൽ മതി. ഇത് ഇടുക്കി ഡാമിൽ വെള്ളം തുറന്നു വിട്, അല്ലെങ്കിൽ കുറേ വെള്ളം തുറന്നു വിട്ടാൽ ചിലപ്പോൾ കേരളം പിടിച്ചു നിന്ന് വരും. പക്ഷേ തമിഴ്നാട് അവിടെ പിടിച്ചേക്കും. പിന്നെ നമുക്ക് ചെറുതോണി തുറന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ 2018 ഒരു ഫ്ലഡിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാവും തന്നെ വയ്ക്കുക വാദത്തിന്. എന്നാൽ പോലും കുഴപ്പമില്ല, ഒരു കുറച്ച് ദിവസത്തില്ല. ഞാൻ പറഞ്ഞ കുറച്ച് വലിയ ഈ പറഞ്ഞ 5 ജില്ല ഒലിച്ചു പോകുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 6 ജില്ല ഒലിച്ചു പോകും. എന്നുവെച്ചാൽ വരണ്ടു പോകും. അത് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇൻഫോർമലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ സൊല്യൂഷനോട് ഒരു കുഴപ്പമില്ല, പക്ഷേ അത് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരണം. ഞങ്ങളായിട്ട് അവരായിട്ട് പറയേണ്ടായിരുന്ന ശരിയാ, അവരായിട്ട് അത് പറയേണ്ടായിരുന്ന ആരത് പറയേണ്ടത്? കേരളം അത് പറഞ്ഞാൽ, ഇപ്പോൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ് അവിടുത്തെ വിജയ് എന്ന മുഖ്യമന്ത്രിയെ കൺവിൻസ് ചെയ്താൽ തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. മുമ്പ് ചെയ്യായിരുന്നു.
പിണറായി വിജയനും സ്റ്റാലിനുള്ള കാലത്തും മേധാ പട്കറും രണ്ടുപേരും കത്തയച്ച് രണ്ടുപേരോടും നിങ്ങളൊരു മേശയ്ക്ക് ഇരുന്ന് തീർക്കാൻ മുല്ലപ്പെരിയാർ. അല്ലെങ്കിൽ ഇതിങ്ങനെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള എന്തോ ഇറാനും ഇസ്രായേലും തമ്മിലൊരു പ്രശ്നമായി കൊണ്ടുകൊണ്ട് കാര്യം എന്താ? അപ്പം ഇത് സാധ്യമാണ്, അതാണ് കാര്യം. അത് മാത്രമല്ല, ഇതിനകത്ത് രൂക്ഷമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ തമിഴന്മാരും അതുപോലെ മലയാളികളും നമ്മൾ അടിയുണ്ട്. മലയാളികൾക്ക് മുഴുവൻ അടികിട്ടും തമിഴന്മാരായിട്ട്. കാരണം അവർക്ക് ഈ വെള്ളം നേരത്തെ പറഞ്ഞ അവരുടെ ഒരു ജീവൽ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അവർ ആ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നില്ല? അതാണല്ലോ നമ്മുടെ വിഷയം. അതിനൊന്ന് ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവണം. ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങൾക്കത് മനസ്സിലാവാത്തത് മാത്രമാണ്. മാധ്യമങ്ങൾ അതിനെ മനസ്സിലാവണം എന്നുള്ള രീതിയിൽ എടുക്കാത്തതായിരിക്കും വേണമെങ്കിൽ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിലായി, ഇതൊക്കെ ലളിതവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മാധ്യമത്തിന് ഇതിനെ മാർക്കറ്റ് ചെയ്യാനൊന്നുമില്ല. അത് അതോടെ അവസാനിക്കുകയാണ്. അതാണ് അല്ല. പക്ഷേ ഇത്രയും നമ്മളിന്നും 5 ലക്ഷം ജില്ലകൾ, 45 ലക്ഷം മനുഷ്യർ ഒലിച്ചു പോവും, എന്നിട്ട് വലിയ ഡാം സിനിമ ഉണ്ടാക്കും, എന്നിട്ട് ആളുകളൊക്കെ പേടിപ്പിക്കും. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോഴൊന്നുമല്ല, ഒരു ഒക്ടോബർ നവംബർ ആവട്ടെ, ഞാൻ മുല്ലപ്പെരിയാർ സിൻഡ്രോം എന്ന് അതിന് പേരിട്ടിട്ടില്ല. ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാവരും മുല്ലപ്പെരിയാർ മെഴുതിരി കത്തിക്കൽ. അല്ല, നമ്മളിപ്പോൾ ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമ്മളൊക്കെ സാധനം വരും. അപ്പോൾ വീണ്ടും ഇത് ചർച്ച വരും. അല്ല, അതിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും അധികാരികളുടെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സുപ്രീം കോടതി പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം അത് സുപ്രീം കോടതി തന്നിട്ടുള്ള ഓർഡറാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. കാരണം പുതിയ ഡാം വരൂല്ല, ഇതുമില്ല. അപ്പോൾ പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്നുള്ള, പക്ഷേ പൊതുവെ ജനങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ധാരണയില്ല നമ്മളുടെ ഈ സൊല്യൂഷൻ. അതായത് എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഈ നടത്തിയ ചർച്ചയിൽ തന്നെ വ്യക്തമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നുകൂടി അത് വിശദമാക്കുന്നതല്ല, ആ ഒറ്റ കാര്യം മാത്രം. അതായത് മുല്ലപ്പെരിയാറിൽ ഇപ്പൊ 136 അടി 142 അടി വെള്ളം, അത് കുറക്കുക, അത് 104 അടിയിൽ കൊണ്ടുവരിക. ഇപ്പൊ അവർക്ക് 124 അടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. 124 അടി. അതിന് പകരം ഇപ്പൊ അവർക്ക് ഒരു സ്പിൽവേ പോലെ, കനാൽ പോലെയാണ്. നമ്മൾ അതിനും താത്തിയിട്ട് ഇതൊരു മലയുടെ ഒരു ടണൽ ഇടുക. 50 അടി ഹൈറ്റിൽ ടണൽ ഇടാം എന്ന് പറഞ്ഞാൽ 50 അടി വരെ വരുന്ന വെള്ളം അവർക്ക് കൊണ്ടുപോകാം. ഡാമിൽ 50 അടി 60 അടി വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? വെള്ളം കൂടുതൽ കിട്ടുന്നല്ലേ. ഇപ്പോൾ വളരെ മഴ കുറഞ്ഞൊരു കാലത്തും അവർക്ക് വെള്ളം കൊണ്ടുപോകാം. അവർ ഈ വെള്ളം താഴെ ഒരു സ്ഥലത്ത് ശേഖരിക്കും. അതായത് ഇവിടെ ശേഖരിക്കുന്നതിന് നേരം വെള്ളം തമിഴ്നാട്ടിൽ ശേഖരിക്കണം. അതിലാകെ ഉണ്ടാവാൻ പോകുന്ന ചെറിയൊരു പ്രശ്നം, അവരിപ്പോൾ ഇത്തിരി വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അത് നടക്കില്ല. അത് വളരെ ചെറുതാണ്. അതിപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ ആ വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നെയ്വേലിയിൽ നിന്നും കൂടംകുളത്തും വൈദ്യുതി, ശരിയാണ്. അത് വളരെ ചെറിയൊരു കാര്യം, വളരെ ചെറിയൊരു ജനറേറ്റർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ ജനറേറ്റർ അത്ര വലിയ ജനറേറ്റർ ഒന്നുമല്ല. പിന്നെ അത് പേരിന്, പക്ഷെ അത് നമുക്ക് വേണ്ടി സെറ്റിൽ ചെയ്യാം. അത് മുഖ്യമന്ത്രിമാർക്ക് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമാണ്.